ബ്ലഡോ? അല്ല, സാധാരണ ഇതുപോലത്തെ സീനിലൊക്കെ ആശുപത്രിയിലാക്കി അതിൻ്റെ കൂടെ 2 കുപ്പി ബ്ലഡും കൂടെ കൊടുക്കാം. അതുകൊണ്ട് ചോദിച്ചത്. ഒന്ന് പോടി, വേറെ പണിയൊന്നുമില്ല. അല്ല, എന്നാ നിലപാട്? എന്നാ നിലപാട്? ഒരു നിലപാടുമില്ല. മരിക്കാൻ കിടന്ന ഒരാളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ, അത്രയല്ല, ഇപ്പം അയാൾക്ക് നമ്മളോടൊരു കടപ്പാടായില്ലേ. ഇനി വഴിയുടെ കാര്യം വരുമ്പോൾ അയാൾക്ക് ഉടക്ക് പറയാൻ പറ്റുമോ? പറ്റുകയല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ കൊള്ളാം. അല്ല, ശരിക്കും ആരായിരിക്കും ചെയ്തത്? സത്യം പറ, നിങ്ങളെങ്ങനാണോ? ഞാനോ? ഒന്ന് പോടിയോടെ. അല്ലേലും എനിക്കറിയാം നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, ഇങ്ങനെ എന്തോരം നേരം ഇരിക്കണം? എനിക്കങ്ങനെ പോരാൻ പറ്റത്തില്ല ഷിനുവേ. ഒരു കാര്യം ചെയ്യ്, നീ പോക്കോ, കട ഉറക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ കുട്ടാപ്പി വരും. തൽക്കാലം നീ വിട്ടോ. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഇന്നലെ ഈ കസാരയിൽ ഇച്ചിരി നേരം ഉറങ്ങിയതാ. ഓ, ആർക്ക് വേണ്ടിയാ? ഞാൻ പോവാ. എന്നാ പറഞ്ഞു ചേച്ചി? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. മയക്കത്തിലാ. നമുക്കത് കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റാന്ന് പറഞ്ഞു. എന്നാലും രാജേഷ് സമയത്തിന് എത്തിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും പറ്റുന്നല്ലേ ചേച്ചി. അതൊന്നും കുഴപ്പമില്ലെന്നേ. ചേച്ചി ഇപ്പൊ കണ്ടോ? ഞാനിച്ചിരി കാപ്പി മേടിച്ചോണ്ട് വരാം. എന്റെ പൊന്നേട്ടാ, ഇനിയിലെ ശ്വാസം ഒന്ന് നേരെ വിട്. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു സാറേ. അതിൽ ഒരുത്തന്നെ മോന്ത കണ്ടാൽ അറിയാം. ബാക്കിയുള്ളവന്മാരെല്ലാവരും തോർത്തോണ്ട് മുഖം മൂടിയേക്കുമായിരുന്നു. എന്തിനാ അടി കിട്ടിയെന്ന് ചേട്ടന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലും സംശയം ഉണ്ടോന്നാ. സംശയം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് സാറേ, സംശയമല്ല, ഉറപ്പാ. എന്റെ വീടിന് താഴെ പുതിയ സ്ഥലം വാങ്ങി ഒരുത്തനാ, രാജേഷ്. അവനാ സാറേ കൊട്ടേഷൻ കൊടുത്തത്. രാജേഷോ? നിങ്ങൾ എന്നെ ഈ പറയുന്നേ? അടി കിട്ടി നിങ്ങൾക്ക് ഉള്ള ബോധം കൂടെ പോയി. എന്റെ സാറേ, ആ പയ്യനെ ഇത് ഞാൻ ആശുപത്രി കൊണ്ടുവന്നേ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? നീ പോടി. പഠിച്ചവന്മാരെ അങ്ങനെ പലതും പറയും അല്ലേ സാറേ? അങ്ങനെ അവനും മതി. ആരെയും വിശ്വസിക്കാൻ കൊള്ളല്ലോ സാറേ. അവൻ അങ്ങനെയുള്ള പയ്യനൊന്നും അല്ല, ഒരു നല്ല പയ്യനാ. ചുമ്മാ ഓരോ കള്ളം പറയാതെ. സാറേ ചുമ്മാ ഒന്നും അല്ല. അവനവിടെ വീട് പണിയാൻ നേരത്തെ എന്റെ വഴിയെ കൂടെ വണ്ടി കയറാൻ പറ്റില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു. ആ വിഷയത്തിന്റെ പേരിലേ അവൻ എനിക്കെതിരെ വധഭീഷണി മുടക്കിയതാ. ഇത് അവൻ തന്നെയാ ജയിച്ചത് സാറേ. വധഭീഷണിയോ? ചുമ്മാ ഓരോന്ന് പറയാതെ മനുഷ്യ. നീ പോടി. അടി കിട്ടിയതേ എനിക്കാ. നാളെ അവനെ കൊന്നാലുവേ നീ അവരുടെ സൈഡേ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അവനെന്തേ? രാജേഷ് അവിടെ ആ കേറി ഇരിക്കുന്നവനാ. അതെ, താൻ ഡീറ്റെയിൽ ആയിട്ട് മൊഴിയൊക്കെ നേടിയെടുക്ക്. ശരി.